വണ്ടി ഇവിടം വരെ ഉള്ളൂ, ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കോ. ആ പൈസകൾ ഓരോരുത്തരായിട്ട് താ. രാത്രിയായി. കാശ് താ കുട്ടി. പരിചയമില്ലാത്ത സ്ഥലവും. കാശ് താ കുട്ടി. ഇനി വീട് കണ്ടുപിടിക്കണമല്ലോ. ഹലോ, കാശെടുക്ക. എത്ര? 250. ഒന്ന് വേഗം എടുക്ക്, ഒരു ട്രിപ്പ് കൂടെ പോകാനുള്ളതാ. ഒന്ന് വേഗം താ, വൈകുന്നു. പൈസ കാണാനില്ല. കാണാനില്ലേ? പുറപ്പെടുന്ന സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാ, ഇപ്പൊ കാണുന്നില്ല. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ. വണ്ടി കയറിട്ട് കാശ് ചോദിക്കുമ്പോ കാണാനില്ല, പോക്കറ്റ് അടിച്ചു പോയി, ആവിയായി പോയി എന്നൊക്കെ പറയും. വെറുതെ കളിക്കാതെ കാശ് എടുക്കു വെച്ചേ. ഞാൻ കള്ളം പറഞ്ഞതല്ല, സത്യമായിട്ടും നഷ്ടപ്പെട്ടു പോയതോ. കാശ് നഷ്ടപ്പെട്ടു പോയി അല്ലേ? സാരമില്ല, എനിക്ക് കാശായിട്ട് തന്നെ വേണമെന്നില്ല. വണ്ടിയിലോട്ട് കയറാം. എന്റെ കാശ് മുതലാക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. വണ്ടി കയറടി. കേറടി. കേറല്ലേ പറഞ്ഞേ? കേറടി. അവളെ ഇങ്ങോട്ടേക്ക്. നിനക്ക് കാശല്ലേ വേണ്ടേ? അത് ഞാൻ തന്നേക്കാം. അവന്റെ ഷോ നോക്കി പേടിപ്പിക്കാതെ പോടാ. അല്ലെങ്കിലേ നിന്റെ ഈ പാട്ട വണ്ടി ഞാൻ ഇവിടെ കത്തിക്കും. പോടാ, എടുത്തിട്ട് പോടാ. പോ. ഇതുപോലെ കുറച്ചുപേരുണ്ടെന്നേ, അന്തസ്സായിട്ട് ജീവിക്കുന്ന ഡ്രൈവർമാരെ കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ല, കുട്ടിക്ക് എവിടെ പോകണ്ട? ഇവിടെ. ആ, ഇത് നമ്മുടെ ഗോപിനാഥ സാറിന്റെ വീടല്ലേ? ഇത് ഇവിടുന്ന് കുറച്ച് പോണല്ലോ. ഈ സമയത്ത് കുട്ടി തനിച്ച് ഓട്ടോയിലേക്ക് കയറി പോകണമെന്ന് പറയുന്നത് ഇച്ചിരി റിസ്കാ. എനിക്ക് ഇവിടെ ആരെയും പരിചയമില്ല. എന്താ ചെയ്യ, ഒരു പെൺകുട്ടിയല്ലേ. പേടിക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. എന്റെ വണ്ടിയുണ്ട്, വാ. പേടിക്കണ്ട, വാന്നേ. ധൈര്യമായിട്ട് വന്നോ, കുഴപ്പമില്ല. കേറിക്കോ, പേടിക്കണ്ട, കേറിക്കോന്ന്. നമ്മളെ സ്വന്തം വണ്ടി കേട്ടോ. ആടാ, നീ എവിടെ തന്നെ ഉണ്ടോ? വേഗം പോയി ഒരു കുപ്പി സംഘടിപ്പിക്കേ. ഒരു കോളൊത്ത് വന്നിട്ടുണ്ടാ. ഏതോ ഗ്രാമത്തിൽ നിന്ന് വന്ന് ചാടിയതാ. ഒറ്റയ്ക്കാ. എനിക്ക് മാത്രം വേണ്ടി ജീവിക്കുന്ന അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി തരേണ്ടത് എൻ്റെ കർത്തവ്യമല്ലേ? പാർവതിയെ വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. ക്ഷമിക്കണം, നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. നീ എനിക്ക് ചേർന്ന പെണ്ണല്ലെന്ന് നിനക്ക് എന്നെ അറിയാലോ. എന്തേ ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരില്ല. ഒരു തെറ്റും ചെയ്യാതെ ഉപേക്ഷിക്കപ്പെടുന്ന പെണ്ണിന്റെ ശാപം ഏതൊരാണിന്റെയും ഉറക്കം കെടുത്തും. ഇനി ഈ ജന്മത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. പാർവതി, നിങ്ങൾക്ക് നല്ല പഠിപ്പുണ്ടാവും, പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സ് വായിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇത് കണ്ടോ? നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി, ഇതിന് ഒരു കാൽപ്പണ തൂക്കം പൊന്നിന്റെ വിലയെ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ ഞാനിതിന് എന്റെ പ്രാണനേക്കാളും വില കാണുന്നുണ്ട്. എന്റെ കൺവെട്ടത്ത് നിന്ന് ഓടി ഒളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ വരും. നിങ്ങൾ എവിടെ പോയി വിളിച്ചാലും. എന്തിനാ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത്? ഉപേക്ഷിക്കപ്പെടുമ്പോ ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയോ? നിസ്സഹായായ പെണ്ണിന് കരയാൻ മാത്രമല്ലേ അറിയൂ. ഞാൻ കരയുന്നത് നിങ്ങൾ എന്താ കാണാത്തത്? എന്റെ കണ്ണീരിന് എന്താ നിങ്ങൾ വില കൽപ്പിക്കാത്തത്? നിങ്ങൾ എനിക്കൊന്നും നൽകണ്ട, നിങ്ങളുടെ സ്നേഹമല്ലാതെ. പാർവതി, ഞാൻ ഈ കണ്ടത് എന്റെ വെറും തോന്നലോ?
അതോ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയോ? ഭാര്യ എന്ന അവകാശത്തോടെ അവൾ ഈ വീടിന്റെ പടി കയറി വരുമോ? അത് പിന്നെ ഈ ഗോപിനാഥ സാറിന്റെ വീട് എനിക്ക് കൃത്യമായിട്ടും അറിയാൻ പാടില്ല കേട്ടോ. ഇവിടെ ആകുമ്പോ നമ്മുടെ ഒരു പയ്യനുണ്ട്, ഡ്രൈവർ പണി തന്നെയാ. അവനാവുമ്പോ ഈ നാട്ടിലെ എല്ലാ വീടും അറിയാം. നമുക്ക് അവനോട് ചോദിച്ചിട്ട് പോവാം. വാ. എന്തിനാ കുട്ടി ഇങ്ങനെ പേടിക്കുന്നത്? നേരത്തെ കണ്ട വൃത്തികെട്ടവനെ പോലെയൊന്നും അല്ല കേട്ടോ എല്ലാവരും. കുട്ടി വാ, ധൈര്യമായിട്ട് വാന്നേ. നമ്മുടെ സ്വന്തം സ്ഥലമാണ് ഇത്. വാ, കേറി വാന്നേ. ഇവിടെ വാടി. നല്ല നാടൻ കിളിയാണല്ലോ ഇന്ദ്രേട്ടാ. അതുകൊണ്ടല്ലടാ ഞാൻ പിടിച്ച് കൂട്ടിലാക്കിയത്. പക്ഷേ തൊടാൻ പറ്റില്ല. അതെന്താ ഇന്ദ്രേട്ടാ അങ്ങനെ പറഞ്ഞേ? അത് വരുന്ന വഴിക്ക് നമ്മുടെ യൂസഫായി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ നാളെ മുംബൈക്ക് മടങ്ങും. അതിനു മുമ്പ് വല്ല ഉരുപ്പടി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ച. ഞാൻ ഇവളുടെ കാര്യമൊക്കെ പറഞ്ഞു. എന്തെങ്കിലും കൊടുത്ത് മയക്കി അവന്റെ വണ്ടിയിലോട്ട് കയറ്റി കൊടുത്താ രൂപ 25 ലക്ഷത്താണ്. പക്ഷെ ആരും തൊടാത്തതായിരിക്കണം. ഞാനങ്ങ് സമ്മതിച്ചു. പിന്നെ എന്തിനാ ഇന്ദ്രേട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കൊതിപ്പിക്കാനോ? എടാ കാശ് കിട്ടാനല്ലടാ പാട്. പെണ്ണിനെ നമുക്ക് വേറെ കിട്ടൂലേ. ആദ്യം നീ ഇവക്ക് വയറ് നിറച്ച് കഴിക്കാൻ വല്ലതും മേടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വേണം മരുന്ന് കൊടുത്ത് നമുക്ക് ഇവിടെ മയക്കാൻ. ഈ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനും നീ ആയിട്ടില്ലടി കൊച്ചേ. ദയവ് ചെയ്ത് എന്നെ പോവാൻ അനുവദിക്കണം. കുറച്ചു നേരം അവിടെ കിടക്കട്ടെ. നീ പോയി എനിക്കൊരെണ്ണം ഒഴുക്കി പോ. എന്റെ സ്വത്തിൽ നിന്നും ഒരു നയാ പൈസ അർഹതയില്ലാത്തവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമെന്ന് വക്കീലിന് തോന്നുന്നുണ്ടോ? എന്റെ തീരുമാനത്തിൽ ഒരു പിഴവുമില്ല വക്കീലേ. പക്ഷേ വിശാലിന്റെ ഭാര്യയായി വരാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ. പെണ്ണന്വേഷണം തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതിനു മുൻപ് സാറിന്റെ സ്വത്തുവകൾ മുഴുവൻ വിശാലിന്റെ ഭാര്യയുടെ പേരിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ 100 കോടിക്ക് മുകളിൽ ആസ്തിയുണ്ട്. കൈവിട്ടു പോയാൽ കൈവിട്ടു പോവാനോ? ഗോപിനാഥ് വെറും വിഡ്ഢിയാണോ വക്കീലെ? വിശാലിന്റെ ഭാര്യയുടെ പേരിൽ പ്രമാണമാക്കിയാലും അത് മുഴുവനും വിശാലിന്റെ കൈ തന്നെ ഇരിക്കും. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ. ഗോപിനാഥ് സാർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ വക്കീലിൽ നിന്നൊന്നും മറച്ചു വയ്ക്കുന്നില്ല. സാറേ, ഞാൻ പറഞ്ഞത് സത്യമാ വക്കീലെ. പ്രഭാവതിയും അവളുടെ ആങ്ങളെയും മക്കളും വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. അവന് അവകാശപ്പെട്ട എന്റെ സ്വത്തുവകകൾ. വിശാലില്ലാതായാൽ പ്രഭാവതിയുടെ മക്കളായിരിക്കും അതിന്റെ അവകാശികൾ. ഇനി എന്റെ മകന്റെ നേർക്കവർ തിരിയാതിരിക്കണമെങ്കിൽ ഞാൻ എന്റെ സ്വത്തുക്കൾ മറ്റൊരാൾക്ക് കൈമാറണം. വിശാലിന്റെ ഭാര്യയായ പാർവതിയെ അല്ലാതെ മറ്റാരെ ഞാൻ വിശ്വസിച്ചേൽപ്പിക്കും? വക്കീൽ പറയേ. ഗോപിനാഥ് സാറിന്റെ ഒരു ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സാറിന്റെ രണ്ടാം ഭാര്യയ്ക്കും മക്കൾക്കും ഇതിലും വലിയൊരു അടി കിട്ടാനില്ല. ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? ഒരാളെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതല്ല അവനെന്ന് തോന്നും. നിന്റെ മനസ്സിൽ മുഴുവൻ പാർവതിയാ.
അപ്പോ മുന്നിൽ വന്ന് നിൽക്കുന്നതായും സംസാരിക്കുന്നതായും കരയുന്നതായും ഒക്കെ നിനക്ക് തോന്നും. ഞാൻ അവളെ ഓർത്തിരിക്കായിരുന്നോ ഒരു ഉച്ചമയക്കത്തിൽ? ഞാൻ കണ്ട ദുസ്വപ്നോ പാർവതി? ഒരിക്കലും ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊരു ദുസ്വപ്നം. ഞാൻ അങ്ങനെയൊക്കെ കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാ നിന്റെ ഒരു പഴഞ്ചൊല്ല്. എന്നെ വഴക്ക് പറഞ്ഞു, പക്ഷെ പഴഞ്ചൊല്ലിനെ വഴക്ക് പറയരുത്. കാരണം പഴഞ്ചൊല്ലിൽ പതിരില്ല. നിന്റെ പഴഞ്ചൊല്ല് എടുത്തോണ്ട് പോകുന്നുണ്ടോ? മനുഷ്യനിവിടെ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു... പാർവതി മുന്നിൽ വന്ന് നിൽക്കുന്നെന്ന് തോന്നിയപ്പോഴേ നിന്റെ കിളി പോയി. അപ്പോ അവള് ശരിക്കും നിന്റെ മുന്നിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? എനിക്കത് ഓർക്കാൻ പോലും വയ്യ. ഇനി ഞാൻ പഴഞ്ചൊല്ലല്ലാത്ത വേറൊരു കാര്യം പറയട്ടെ. എന്താടാ? നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അയാൾ ചിന്തിക്കുന്നത് മറ്റൊരിടത്തിരുന്ന് നമുക്ക് കാണാൻ പറ്റും. എന്താ? അതായത് വിശാലേ, നിന്നെ തേടി വരുമെന്ന് പാർവതി പറയുന്നത് പോലെയല്ലേ നിനക്ക് തോന്നിയത്? അതിന്റെ അർത്ഥം അവള് നിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഇതിനിടയിൽ ആരാ വേച്ചോണ്ട് വെച്ചു? നിനക്ക് എന്റെ അവസ്ഥ അറിയോ? മുള്ളുമരത്തിൽ വലിഞ്ഞു കയറിയവന്റെ അവസ്ഥയാ. കയറിയാലും വേദനിക്കും, ഇറങ്ങിയാലും വേദനിക്കും. മരണത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഈ ഊരാക്കുടുക്കിൽ നിന്നും നീ എന്നെ രക്ഷിക്കൂ. എന്താ വേണ്ടതെന്നോ? അവൾ എന്നെ അന്വേഷിച്ചു വരികയാണെങ്കിൽ പാതി വഴി തന്നെ തിരിച്ചു പോണം. അതിന് വേണ്ടത് ചെയ്താൽ മതി. ഈ പണി വിശ്വസിച്ചേൽപ്പിക്കാൻ നീ മാത്രമേ എനിക്കുള്ളൂ. നീ എന്റെ ഏഞ്ചലല്ലേ? അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. ഉരുപ്പടി എന്റെ കയ്യിൽ തന്നെ ഉണ്ട് യൂസഫായി. ഇല്ലില്ല, തൊട്ടിട്ടില്ല. തൊട്ടാ കാശ് കുറയുമെന്ന് എനിക്കറിയില്ലേ. എവിടെ? ബൈപ്പാസിലോ? ആളെ കൊണ്ട് ഞാൻ അങ്ങോട്ട്. യൂസഫായി, പിന്നെ ഒരു കാര്യം, പറഞ്ഞ തുക മുഴുവനും കൈ കിട്ടിയാലേ ഞാൻ ഉരുപ്പടി കൈമാറുള്ളൂ. ഇന്ദിരേട്ടാ, ഇവൾക്ക് ബോധം വീണു. യൂസഫായി, ഞാൻ വിളിക്കാം. മുറിവൊന്നുമില്ല. അല്ല, വല്ല മുഴുവോ പോറലോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതും പറഞ്ഞ് യൂസഫായി പൈസ കുറയ്ക്കും. യൂസഫായി ബൈപ്പാസിൽ വെയിറ്റ് ചെയ്യും. ഇവളെ നമ്മൾ അവിടെ കൊണ്ടെത്തി അടാ ആ പൊടി തേനിലേക്ക് കൂടും. എന്തായാലും മുമ്പേ എത്തുന്നവരെ ബോധം കെട്ട് കിടക്കണം. എന്നെ അഴിച്ചുവിട. എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? യൂസഫായി വന്നോണ്ടിരിക്കുക. കഴിക്കുന്നില്ലെങ്കിൽ അവള് കഴിക്കണ്ട. അവിടെ എത്തുമ്പോഴേക്ക് ഇവള് ജീവനോടെ ഉണ്ടാവണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. കണ്ടേ, ഇവളെ യൂസഫായുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു. എന്താടി കുടിക്കടി, നീ പറഞ്ഞു കേൾക്കില്ലടി, കുടിക്കടി. പാമ്പ്, പാമ്പ്, വിഷപ്പാമ്പ്. പാമ്പോ? നീ എന്തോടി പിച്ചുമ്പേ പറയുന്നത്? പേടിച്ചിട്ട് കിളി പോയതായിരിക്കും ഇന്ദിരേട്ടാ. എന്നെ അയാൾക്ക് വിറ്റാലും ആ പണം അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാവില്ല. ഓ, നിങ്ങൾ പാമ്പ് കടിയേറ്റ് മരിക്കും. എന്നെ പാമ്പ് കടിക്കണം? നിന്നെ ആയിരിക്കും പാമ്പ് കടിക്കുന്നത്. നീ ആരാണ്, സ്വാമിനിയാണോ? ഒന്ന് പോയടി. അവളുടെ ഒരു ഉപദേശം. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും കുടിക്കണേ. അങ്ങനെ ഒരു രാത്രി കടന്നു കിട്ടി. പാർവതി എന്നെ തേടി വരാൻ സാധ്യതയുണ്ടെന്ന് ഓമനക്കൂട്ടം പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാനൊന്ന് പേടിച്ചു. എന്താ ചോദിച്ചത്? വിശാലിന് ആ നരുന്ത് പെണ്ണിനെ പേടിയാണെന്നോ? അവളെയല്ല എനിക്ക് പേടി. അവൾ എന്നെ തേടി വന്ന അവൾ ആരാണെന്നുള്ള ചോദ്യം ഉണ്ടാവില്ലേ? ആ ചോദ്യത്തിനുള്ള മറുപടി പാർവതി തന്നെ പറയും. വിശാലിന്റെ ഭാര്യയാണെന്ന്. അതോടെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് നീ ഒന്ന് ഓർത്തു നോക്കിയേ.
ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കമ്മലിന് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത്? ബ്രോയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അച്ഛൻ ബ്രോയുടെ അടുത്ത് നേരിട്ട് വരാറല്ലേ പതിവ്. പക്ഷേ എന്നോട് പറയുവാ പോയി വിശാലിനെ കൂട്ടിക്കൊണ്ടുവാന്ന്. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അച്ഛൻ ബ്രോയെ വിളിക്കുന്നു. എന്തിനാ? അതൊന്നും എനിക്കറിയില്ല. വാ ബ്രോ. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും ഇവിടെ വരുത്തിയിട്ട് എന്താ ഒന്നും പറയാത്തത്? വിശാലും കൂടി വന്നിട്ട് പറയാം. വിശാല് വന്നില്ലേ? ഇനി പറയാലോ. നാളെ വിശാലിന്റെ സ്വന്തം അമ്മ ഗായത്രിയുടെ ശ്രാദ്ധ ദിനമാണ്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. നാളെ തിലഹോമവും ഐശ്വര്യപൂജയും നടത്തുന്നുണ്ട്. സ്വാമിജി വന്നിട്ടുണ്ട്. അറിഞ്ഞു കാണുമല്ലോ. സ്വാമിജി പറഞ്ഞപ്പോഴറിഞ്ഞത്. പൂജയുടെ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചുവെച്ചത് എന്തിനാണെന്നാ മനസ്സിലാവാത്തത്. മറച്ചുവെച്ചതൊന്നുമല്ല, പെട്ടെന്ന് തീരുമാനിച്ചതാ. ഇത് പറയാനൊന്നും അല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. പിന്നെ ഇത് വക്കീല് തയ്യാറാക്കിയ പ്രമാണമാണ്. എന്റെ വിൽപത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിത് വായിക്കാം. അണിയൂരംശം കാക്കക്കുറിശി ദേശം മേലേത്തു കോയിക്കൽ. വായിക്കാന്നാലേ നേരം പുലരും. അച്ഛനാ പ്രമാണത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ മതി. ഒറ്റ വാചകത്തിൽ പറഞ്ഞു തീർക്കാം. എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുവകകളും വിശാലിന്റെ ഭാര്യയുടെ പേരിൽ ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. വിശാലിന്റെ ഭാര്യയുടെ പേരിലോ? അതിന് വിശാലിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. വിശാല് വിവാഹം കഴിക്കുമല്ലോ. ആരായിരിക്കും ആ ഭാഗ്യവതി? വിശാൽ ബ്രോയുടെ ഭാര്യയാവുന്ന നിമിഷം കോടീശ്വരിയാവുന്ന ആ ഭാഗ്യവതി ആരായിരിക്കും? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേണ്ട, പ്രതാപം പറയുന്നത് കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കേണ്ടതൊരു മര്യാദയാണല്ലോ. അതുകൊണ്ട് അറിയിച്ചു എന്ന് മാത്രം. പിന്നെ ഇതിന്റെ പേരിൽ ഇനി ഒരു ചർച്ച വേണ്ട. എനിക്ക് താല്പര്യമില്ല, ചർച്ചയുടെ ആവശ്യവും ഇല്ല. അച്ഛാ, പാർവതിയെ ഞാൻ സ്വീകരിക്കണം. അതിന് അച്ഛൻ കണ്ടുപിടിച്ച ബുദ്ധിയായത്. ഞാൻ അനുഭവിക്കേണ്ട സ്വത്തും പണമല്ല അവൾക്ക്. തലയ്ക്ക് വെളിവില്ലാത്ത ആ പൊട്ടിക്കാളിക്ക്. ഇന്ദിരേട്ടാ, ഒരു തുള്ളി പോലും ഇവിടെ കുടിച്ചിട്ടില്ല. മുഴുവൻ തുപ്പിക്കളഞ്ഞു. ഞാൻ പുറത്തു പോയി 2-3 ഗുളിക വാങ്ങിച്ചോട്ടെ. വേണോടാ, സമയമില്ല. ഹലോ, ഞങ്ങൾ പോരാം. ഇവളെ കൊണ്ട് വണ്ടി കയറ്റി. ഇന്ദിരേട്ടാ, ഇവള് ബഹളം വയ്ക്കും. നമ്മൾ കുടുങ്ങും. വല്ല തുണി എടുത്ത് അവളെ വായിക്കാത്ത കുത്തിക്കയറ്റ്. അഴിച്ചുവിട്. നടക്കേ. അല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അയ്യോ, പാമ്പ് പിടിച്ചടാ. കാലില് പാമ്പ് പിടിച്ചേട്ടാ. എന്തെങ്കിലും ചെയ്യടാ, രക്ഷിക്കടാ. എന്നെ അയാൾക്ക് വിറ്റാലും ആ പണം അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാവില്ല.
ഓ, നിങ്ങൾ പാമ്പ് കടിയേറ്റ് മരിക്കും.